ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു കൂർക്ക തക്കാളി കറി. അല്ല, കൂർക്കയൊക്കെ ഇട്ട് കൂർക്കയും തക്കാളിയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് നല്ല നാടൻ സ്റ്റൈലൊരു കറി. നല്ലൊരു കോമ്പിനേഷനാണ് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? കൂർക്ക തക്കാളി കറി തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ 200 ഗ്രാം കൂർക്ക കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4-5 ചെറിയുള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില വേണം, വറ്റൽമുളക് വേണം. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി. നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായിട്ട് നമുക്ക് കൂർക്ക ഒന്ന് വേവിച്ചെടുക്കാം. കൂർക്ക ഏകദേശം വേവായിട്ടുണ്ട്. നമ്മൾ 1/2 മണിക്കൂർ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ നമ്മൾ തക്കാളിയുടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് പച്ചമുളക് കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കുക. എന്നിട്ട് തക്കാളി നല്ല വെന്ത് വരും. തക്കാളിയും കൂർക്കയുടെ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ തക്കാളി വെന്തുടഞ്ഞു പോകും, കൂർക്ക ഇട്ട് വേവുകയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. നമ്മൾ അരപ്പ് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നു. ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നു. അതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ ഇട്ട് കൊടുക്കുന്നു. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഒരു ചെറിയ പിഞ്ച് ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കൂർക്ക തക്കാളിയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ തേങ്ങ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി ഇട്ട് കൊടുക്കുക. ആ കൂർക്കയുടെയൊക്കെ നല്ല ഫ്ലേവർ കറിയിലോട്ട് വരണം. അതുകൊണ്ട് കൂർക്കയൊക്കെ നന്നായിട്ട് വേകണം, എന്നാലേ ടേസ്റ്റ് നമുക്ക് നല്ല കൃത്യമായിട്ട് കിട്ടുള്ളൂ. കൂർക്ക തക്കാളി കറിയിലോട്ട് നമുക്ക് ഇച്ചിരി കടുകൂടെ അങ്ങ് പൊട്ടിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നു. ഒന്ന് മൂപ്പിക്കുന്നു. നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ കൂർക്കയും തക്കാളി ഇട്ട കറി കണ്ടോ, നല്ല കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. ആ കടുകൂടെ പൊട്ടിച്ചപ്പോഴാണ് ഫിനിഷ് ആയത്. ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനം എന്നുള്ള കാര്യം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വീട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ കറി തന്നെ. പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് നല്ലത്. നന്നായിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി കറിയാണ് കൂർക്കയും തക്കാളി ഇട്ട് വെക്കുന്നത്. ഇടയ്ക്ക് വെജിറ്റേറിയൻ കഴിക്കണമെന്ന് താല്പര്യമുള്ളപ്പോൾ കൂർക്കയും തക്കാളിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റും. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.